സംശയങ്ങൾ ചോദിക്കേണ്ടത് ഉസ്താദുമാരുണ്ട്, പണ്ഡിതന്മാരായ ഒരുപാട് ആളുകളുണ്ട്. ഈ സംശയം ചോദിക്കുന്ന ആളുകൾ അനിസ്ലാമികമായിട്ടുള്ള കാര്യമല്ലേ, ഇത് ഇസ്ലാമിലുള്ള കാര്യമാണോ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഇത് ചോദിക്കേണ്ട പണ്ഡിതന്മാര് നിങ്ങളെ നാട്ടിൽ ഇല്ലെങ്കിൽ ഞങ്ങളെ നാട്ടിൽ വലിയ വലിയ പണ്ഡിതന്മാർ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ നമ്പർ ഞങ്ങൾ തരില്ല, നേരിട്ട് നാട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു അവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാക്കണയിൽ നടന്ന നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ, മുജാഹിദ് പ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുന്നതിൻ്റെ വീഡിയോയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ചോദ്യം എന്താണ്? നബിദിനാഘോഷ പരിപാടിയും അതുമായി ബന്ധപ്പെട്ട നേർച്ചയും കാര്യങ്ങളൊക്കെ അനിസ്ലാമികമല്ലേ, ദീനിൽ ഇല്ലാത്തതല്ലേ, ശിർക്കല്ലേ, കുഫറല്ലേ എന്നതാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അഹ്ലുസുന്നത്തി വൽ ജമാഅ, 4 മദ്ഹബിലെ ഇമാമിങ്ങൾ എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് ദീനുൽ ഇസ്ലാം, അതുതന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഈ വിഷയത്തിൽ, മൗലിദിൻ്റെ വിഷയത്തിൽ മദ്ഹബിലെ ഇമാമിങ്ങൾ എന്താണ് പറഞ്ഞത് അത് ചെറിയ നിലക്കൊന്ന് ചർച്ചക്കെടുക്കലാണ്. നിരവധി ഇമാമിങ്ങൾ നിരവധി കിതാബുകളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിലും മൗലിദ് കഴിക്കൽ സുന്നത്താണ്, അത് ചെയ്യേണ്ട കാര്യമാണ്, നല്ലതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, ഹറാമായ കാര്യങ്ങൾ വരാതെ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് തന്നെയാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നിരവധി ഗ്രന്ഥങ്ങളിൽ പരന്നു കിടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഉദാഹരണത്തിന് എന്ന നിലക്ക് 1-2 കിതാബുകൾ മാത്രം ഇന്ന് കൊണ്ടുവരാണ്. എന്താണ് അഹ്ലുസുന്നയുടെ നിലപാട്, എന്താണ് 4 മദ്ഹബിലെ ഇമാമിങ്ങൾക്ക് മൗലിദിൻ്റെ വിഷയത്തിലുള്ള അഭിപ്രായം? മഹാനായ അൽ ഹാഫിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാ പറയുന്നത്, യുസ്തഹബ്ബു ലനാ ഇൽഹാറു ശുക്രി ലിമൗലിദിഹി അലൈഹിസ്സലാം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിൻ്റെ പേരിൽ നന്ദി പ്രകടനം നടത്തൽ നമുക്ക് സുന്നത്താണ്. ആ നന്ദി പ്രകടനമാണ് നബിദിനാഘോഷ പരിപാടി, ആ നന്ദി പ്രകടനമാണ് ഘോഷയാത്ര, ആ നന്ദി പ്രകടനമാണ് മൗലിദ് ഓതൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ മൗലിദുമായി ബന്ധപ്പെട്ട്, ജനന സമയമാവട്ടെ അല്ലെങ്കിൽ ജനന ദിവസമാവട്ടെ, ജനനവുമായി ബന്ധപ്പെട്ട് നന്ദി പ്രകടനം നടത്തൽ നമുക്ക് സുന്നത്താണ് എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ല പറയുന്നു. മാത്രമല്ല, മഹാനവർകൾ അവിടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു. എന്താണത്? വഖദ് ജതമഅ ഇൻദൽ ഇമാം തഖിയ്യുദ്ദീൻ സുബ്കി റഹിമഹുല്ല ജംഉൻ കസീറുൻ മിൻ ഉലമാഇ അസ്രിഹി. ഇമാം സുബ്കി റഹിമഹുല്ലയുടെ ചാരത്ത് അന്ന് ജീവിച്ചിരുന്ന നിരവധി ഉലമാ, ജംഉൻ കസീർ എന്നാണ് പറഞ്ഞത്, ഇത്രയെന്ന് എണ്ണം പറയാൻ പറ്റാത്ത വിധം അത്രയുമധികം ഉലമാ മഹാനവറുകളുടെ മജ്ലിസിൽ വരികയും സദസ്സിൽ വരികയും എന്നിട്ട് ഫഅൻഷദ മുൻഷിദുൻ ഖൗല സിർസിരി റഹിമഹുല്ലാ ഫീ മദ്ഹിഹി അലൈഹി സലാം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ രചിച്ച ബെയ്ത്ത്, സിർസിരി ഇമാം രചിച്ച ബെയ്ത്ത് ഒരു പാട്ടുകാരൻ അതങ്ങനെ പാടുകയും എല്ലാവരും മജ്ലിസിൽ ഇരുന്നു കൊണ്ട് അതിനെ ആസ്വദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇമാം സുബ്കി റഹിമഹുല്ല ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഷാഫിഈ മദ്ഹബിൽ വളരെ ബലപ്പെട്ടതും പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതുമായ കാര്യമാണ്. ഇമാം സുബ്കി റഹിമഹുല്ലയുടെ മാറ്റിവെച്ചുകൊണ്ട് ഷാഫിഈ മദ്ഹബ് പൂർത്തീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഇമാം സുബ്കി റഹിമഹുല്ല മാത്രം ചെയ്തു എന്നല്ല പറയുന്നത്. സുബ്കി റഹിമഹുല്ലയുടെ മജ്ലിസിൽ അന്ന് ജീവിച്ചിരുന്ന ജംഉൻ കസീറായ രൂപത്തിൽ പറയാൻ പറ്റുന്ന ഉലമാ ഒരുമിച്ച് കൂടുകയും അവരെല്ലാവരും മൗലിദ് ഓതുകയും ചെയ്തിരുന്നു, മൗലിദ് പാരായണം ചെയ്തിരുന്നു എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ല പറയുന്നു. അതേ വിഷയം ഹനഫി മദ്ഹബിലെ പ്രശസ്ത ഗ്രന്ഥമായ തഫ്സീർ റൂഹുൽ ബയാനിൽ നോക്കിയാലും കാണാം. അങ്ങനെ മൗലിദിൻ്റെ വിഷയത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞത് ഇതാണ്. ഇനി മാലിക്കി മദ്ഹബിലെ അൽ മദ്ഖൽ ഇബ്നുൽ ഹാജ് തങ്ങളുടെ മദ്ഖൽ നോക്കിയാൽ കാണാം,
فعلى هذا ينبغي إذا دخل هذا الشهر الكريم أن يكرم ويعظم ويحترم الاحترام اللائق به وذلك بالاتباع له صلى الله عليه وسلم في كونه عليه الصلاة والسلام كان يخص الأوقات الفاضلة بزيادة فعل البر فيها وكثرة الخيرات. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ മാസം വന്നാൽ ഫഅല ഹാദാ യംബഗി ഇദാ ദഖല ഹാദാ അശ്ശഹറുൽ കരീം, ഈ മഹത്തായ മാസം വന്നാൽ അത്യാവശ്യമാണ് അയ്യുക്രിമ, അതിനെ ബഹുമാനിക്കൽ, റബീഉൽ അവൽ മാസത്തെ ബഹുമാനിക്കൽ അത്യാവശ്യമാണ്, വയുഅള്ളിമ, അതിനെ ആദരിക്കൽ അത്യാവശ്യമാണ്, വയഹ്തരിമൽ ഇഹ്തിറാമൽ ലായിഖ ബിഹി, ആ മാസത്തോട് യോജിക്കുന്ന രൂപത്തിലുള്ള ബഹുമാനാദരവുകൾ കൊടുക്കൽ അത്യാവശ്യമാണ്. എന്തിനാണത്? വദാലിക ബിൽ ഇത്തിബാഇ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നതിൻ്റെ ഭാഗമാണ്. ഏത്? ബഹുമാനപ്പെട്ട മാസം വരുമ്പോൾ, ബഹുമാനപ്പെട്ട ആദരിക്കപ്പെടേണ്ട ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസത്തെ ബഹുമാനിക്കുകയും ആ മാസത്തെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്. നമ്മൾ റബീഉൽ അവ്വലിനെ ബഹുമാനിക്കുമ്പോൾ, റബീഉൽ അവ്വൽ മാസത്തെ ബഹുമാനിക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റൽ തന്നെയാണത് എന്ന് ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാ മാലിക്കി മദ്ഹബിലെ പ്രശസ്ത ഗ്രന്ഥമായ അൽ മദ്ഖലിൽ രേഖപ്പെടുത്തുന്നു. എന്താണ്? റബീഉൽ അവ്വലിനെ ബഹുമാനിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റൽ എങ്ങനെയാണ് വരിക? ഫീ കൗനിഹി അലൈഹി സ്വലാത്തു വസ്സലാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു കാന യഖസുൽ ഔഖാത്തൽ ഫാദില, മഹത്തായ സമയങ്ങളെ നബി തങ്ങൾ പ്രത്യേകമാക്കുമായിരുന്നു. ബിസിയാദത്തി ഫിഅലിൽ ബിർരി ഫിഹാ വകസറത്തിൽ ഖൈറാത്ത്, നല്ല ദിവസം വരുമ്പോൾ, നല്ല മാസങ്ങൾ വരുമ്പോൾ, റമദാനൊക്കെ ഉദാഹരണം പറയാറുണ്ടല്ലോ, അങ്ങനെ നല്ല ദിവസങ്ങളും നല്ല മാസങ്ങളും അങ്ങനെ ഫാദിലത്തായ സമയങ്ങൾ വരുമ്പോൾ അത് പ്രത്യേകം നന്മകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സ്വഭാവം, അന്നേ ദിവസങ്ങളിൽ പ്രത്യേകമായ ഖൈറാത്തുകൾ പെരുപ്പിക്കുന്ന സ്വഭാവം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. അപ്പോൾ റബീഉൽ അവ്വലിനെ നമ്മൾ ആദരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചര്യയെ പിൻപറ്റൽ തന്നെയാണ് എന്ന് മഹാനവറുകൾ പറയുന്നു. എന്നിട്ട് മഹാനവറുകൾ തുടരുന്നു. വേറെയും കുറേ കിതാബുകൾ വായിക്കാണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഫകാന യജിബു അൻ യുസാദ ഫീഹി മിനൽ ഇബാദാതി വൽ ഖൈരി ശുക്റൻ ലിൽ മൗലാ സുബ്ഹാനഹു വ തആല അലാ മാ ഔലാനാ മിൻ ഹാദിഹി നിഅമിൽ അളീമ വ ഇൻ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസിദ് ഫീഹി അലാ ഗൈരിഹി മിനശ് ശുഹൂരി ശൈആ. ഇവിടെ മറ്റൊരു സംശയത്തിനുള്ള മറുപടിയും കൂടിയാണ്. എന്താണ്? മഹാനവറുകൾ പറഞ്ഞു വരികയാണ്, നമുക്ക് ആ മാസത്തിൽ അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തിൻ്റെ മേൽ വലിയ ശുക്ർ ചെയ്യൽ നമുക്ക് വാജിബാണ് എന്നാണ് മഹാനവറുകൾ പറഞ്ഞു വെക്കുന്നത്. ഫകാന യജിബു അൻ യുസാദ ഫീഹി മിനൽ ഇബാദാത്ത്, നല്ല സൽക്കർമ്മങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ചെയ്യൽ നമ്മുടെ മേൽ വാജിബാണ് എന്ന് മഹാനവറുകൾ പറയുന്നു. അപ്പം പിന്നെ ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവൽ മാസത്തിൽ അങ്ങനെ പ്രത്യേകം ഒന്നും ചെയ്തതായി കാണുന്നില്ലല്ലോ, പിന്നെ നമ്മൾ ചെയ്യുമ്പോഴോ? അതിനാണ് മഹാനവറുകൾ കൃത്യമായ മറുപടി പറയുന്നത്. എന്താണത്? وإن كان النبي صلى الله عليه وسلم لم يزد فيه على غيره من الشهور شيئا من العبادات, മറ്റു മാസങ്ങളിലേക്കാൾ പ്രത്യേകമായി റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറാത്തുകൾ പ്രത്യേകമായി അധികരിപ്പിച്ചിട്ടില്ലെങ്കിലും, നബി തങ്ങൾ അങ്ങനെ കൂടുതലായി പ്രത്യേകമായി റബീഉൽ അവ്വലാണല്ലോ എന്ന നിലക്ക് കുറച്ച് കൂടുതൽ ചെയ്യാമല്ലോ എന്ന നിലക്ക് ചെയ്തിട്ടില്ലെങ്കിലും അവിടുത്തെ ഉമ്മത്താകുന്ന നമുക്ക് ചെയ്യേണ്ടതാണ്, ചെയ്യൽ നിർബന്ധമാണ്. നബി തങ്ങൾ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? വമാ ദാക ഇല്ലാ ലിറഹ്മതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഉമ്മതിഹി വരിഫ്ഖിഹി ബിഹിം, നബി തങ്ങൾ പ്രത്യേകം ചെയ്യാതിരുന്നത്
അവിടുത്തെ സമുദായത്തോടുള്ള ആ വലിയ കൃപയും കരുണയും കാരണം മാത്രമാണ്. കാരണം നബിതങ്ങൾ പല ആരാധനകളും അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാറുണ്ടായിരുന്നു. ലിഅന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം കാന യതുറുകുൽ അമല ഖശ്യതൻ യുഫറദ അലാ ഉമ്മതിഹി. എൻ്റെ സമുദായത്തിന് ഫർളാക്കി പോകുമോ എന്ന ഭയം കാരണം പല ആരാധനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പല ഖൈറാത്തുകളും സല്ലല്ലാഹു അലൈഹി വസല്ലമ, പല ഇബാദത്തുകളും ഒഴിവാക്കിയതിൻ്റെ കൂട്ടത്തിൽ ഒഴിവാക്കിയതാണ്, മാറ്റി നിർത്തിയതാണ്. അല്ലാതെ ആ റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത ഇല്ലാത്തത് കൊണ്ടല്ല. ഞാനെങ്ങാനും അത് ചെയ്താൽ റബീഉൽ അവ്വൽ മാസം വരുമ്പോഴേക്ക് പ്രത്യേക ഒരു ആരാധനയിൽ ഞാൻ മുഴുകിയാൽ എൻ്റെ ഉമ്മത്തിന് അല്ലാഹു തആല അത് നിർബന്ധമാക്കി പോകുമോ എന്ന ഭയം കൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്ന് ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാ, നബി തങ്ങൾ പ്രത്യേകമായി ഒന്നും റബീഉൽ അവ്വൽ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് സംശയം ഉന്നയിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയാണ് അൽ മദ്ഖൽ എന്ന് പറയുന്ന മാലിക്കി മദ്ഹബിലെ പ്രശസ്ത ഗ്രന്ഥത്തിൽ. അപ്പോൾ ഇമാമിങ്ങളുടെ നിലപാട് ഇതാണ്. 4 മദ്ഹബിലെയും ഇമാമിയങ്ങൾ മൗലിദിനെ കുറിച്ചും നബിദിനാഘോഷത്തെക്കുറിച്ചും സംസാരിച്ചത് ഈ രൂപത്തിലാണ്. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇസ്ലാം ഇല്ല, ഇവരെ മാറ്റിവെച്ചുകൊണ്ട് ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇല്ല. അപ്പോൾ പിന്നെ ഇസ്ലാമിൽ പെടാത്ത കാര്യമല്ലേ, അനിസ്ലാമികമല്ലേ, ശിർക്കല്ലേ, കുഫറല്ലേ എന്ന് പറയുന്നവർ കൃത്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞതിനെ പഠിക്കാൻ തയ്യാറാവണം എന്നാണ് അവരോടൊക്കെ പറയാനുള്ളത്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.